സമർ ഹോസ്പിറ്റലിൽ വന്ധ്യതാ ചികിത്സയ്ക്കായി വരുന്ന ദമ്പതിമാരിൽ ഏകദേശം 50% ആളുകളിൽ പുരുഷ വന്ധ്യത ഉള്ളതായി നമ്മൾ കാണാറുള്ളതാണ്. അത് കൗണ്ടിൻ്റെ കുറവായിട്ടോ ചലനശേഷിയുടെ കുറവായിട്ടോ ആകൃതിയിൽ നോർമലായിട്ടുള്ള ബീജാണുക്കളുടെ കുറവായിട്ടോ നാം കാണാവുന്നതാണ്. ചലനശേഷിയുടെ കുറവിനെക്കുറിച്ചോ കൗണ്ടിൻ്റെ കുറവിനെക്കുറിച്ചോ അറിയാൻ താല്പര്യമുള്ളവർ നിർബന്ധമായും ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ്. ഞാൻ ഡോക്ടർ രാംഗോപാൽ, തിരുവനന്തപുരത്തെ ആദ്യത്തെ IVF സെൻ്ററായ സമർ ഹോസ്പിറ്റലിൽ നിന്നാണ്. പുരുഷ വന്ധ്യതയുടെ ടെസ്റ്റുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ബീജം ടെസ്റ്റ് അഥവാ സെമൻ അനാലിസിസ് ടെസ്റ്റ് എന്നതാണ്. സെമൻ അനാലിസിസ് ടെസ്റ്റിൽ എന്തെല്ലാമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ലോകാരോഗ്യ സംഘടന WHO ഇറക്കിയ പഠനങ്ങൾ 2020 പ്രസിദ്ധീകരിച്ചതനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ എണ്ണം അഥവാ കോൺസെൻട്രേഷൻ എന്നുള്ളത്. നോർമൽ കൗണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഏകദേശം 14 മുതൽ 16 മില്യണോ അതിൽ കൂടുതലോ ഉള്ളതാണ്. രണ്ടാമതായി നമ്മൾ നോക്കേണ്ടത് ചലനശേഷിയാണ്. ചലനശേഷി നമ്മൾ 100 സ്പേംസ് എടുക്കുമ്പോൾ അതിൽ ഏകദേശം 40 മുതൽ 42% സ്പേംസ് ചലനശേഷി ഉള്ളവയായിരിക്കണം. മൂന്നാമതായി ഉള്ളത് നമുക്കതിൽ ആകൃതിയിൽ നോർമലായിട്ടുള്ള സ്പേംസ് ആണോ എന്ന് ഉള്ളതാണ്. അത് മിനിമം 4% സ്പേംസ് എങ്കിലും നോർമൽ ആയിരിക്കണം. ഈ കൗണ്ടിൽ നിന്നോ കോൺസെൻട്രേഷനിൽ നിന്നോ കുറവുള്ള ആളുകൾക്കാണ് വന്ധ്യത എന്ന് പറയപ്പെടുന്നത്, പുരുഷ വന്ധ്യത എന്ന് എസ്പെഷ്യലി പറയപ്പെടുന്നത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോയാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി പുരുഷ വന്ധ്യത ഏറി വരികയാണ്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിച്ച് നമുക്ക് മുഖ്യമായി 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ്. 2, നമുക്ക് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കൂടുന്നു എന്നുള്ളതാണ്. 3, നമ്മുടെ പേഴ്സണൽ ഹാബിറ്റ്സ്, അത് സ്മോക്കിംഗ് ആകട്ടെ, ആൽക്കഹോൾ ആകട്ടെ, മറ്റുള്ള മരുന്നുകളോ റെക്രിയേഷണൽ ഡ്രഗ് യൂസുകളോ, ഇവയെല്ലാം നമ്മുടെ പുരുഷവന്ധ്യയിലേക്ക് നയിക്കുന്നതാണ്. ഇനി നമുക്ക് എന്തെല്ലാമാണ് അതിന് പരിഹാരങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കിക്കളയാം. 2 രീതിയിലാണ് പ്രശ്നങ്ങൾ പുരുഷവന്ധ്യതയിൽ ഉണ്ടാകുന്നത്. നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതും ട്രീറ്റ് ചെയ്താലും മാറ്റാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, ഇപ്പോൾ പുകവലി, അമിതമായ ആൽക്കഹോൾ എന്നിവ നമ്മൾ ഒരു ആരോഗ്യപരമായ ജീവിതശൈലി നമ്മൾ ഉൾക്കൊള്ളുകയും അത് ഫോളോ ചെയ്താൽ ഒരു 3 മുതൽ 6 മാസം കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. രണ്ടാമതായി, നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിലും നല്ല ഒരു ജീവിതശൈലി, നല്ല ആഹാര ക്രമീകരണങ്ങൾ പ്ലസ് മരുന്നുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസത്തോളം കൊണ്ട് തന്നെ നമുക്ക് ഇവ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എന്നാൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ കൗണ്ട് നോക്കുമ്പോൾ അത് വളരെ കുറവായി കാണാവുന്നതാണ്. വളരെ ചുരുക്കം ചില കേസുകളിൽ ഒരു സ്പേം പോലും കാണാത്ത അഥവാ അസൂസ്പേമിയ എന്ന് പറയുന്ന കണ്ടീഷനും കാണാവുന്നതാണ്. ഇതിന് ജനിതകമായ കാരണങ്ങളും ഉണ്ടാകാവുന്നതാണ്. ജനിതകമായ കാരണങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാരിയോടൈപ്പിംഗ് എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു കോമൺ കാരണമായ പുരുഷന്മാരിൽ കാണുന്ന വൈക്രോമോസോം മൈക്രോ ഡിലീഷൻ എന്നുള്ളതും നമുക്ക് ജനിതകമായ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാം. പക്ഷേ ഈ പറഞ്ഞ 2 കാരണങ്ങളും നമുക്ക് ഒരു മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റുന്ന കാരണങ്ങൾ അല്ല. അടുത്തതായി സ്പേം കൗണ്ട് കുറയാൻ കാരണം നമ്മുടെ വൃഷ്ണങ്ങളിൽ നിന്ന് പുറത്തേക്ക് ബീജാണുക്കൾ കൊണ്ടുവരുന്ന ബീജവാഹിനി കുഴലുകളിലുള്ള ഇൻഫെക്ഷനോ ബ്ലോക്കുകളോ കൊണ്ടാവാം. അങ്ങനത്തെ കേസുകളിൽ നമുക്ക് 2 രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. ഒന്ന്, നമുക്ക് ആ ബ്ലോക്ക് മാറ്റുന്ന സർജറിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഉണ്ടായ ട്യൂബിൻ്റെ മുന്നിലത്തെ ഭാഗത്തിൽ നിന്ന് നമുക്ക് നല്ല എണ്ണവും ചലനശേഷിയുമുള്ള സ്പേംസ് കുത്തിയെടുത്ത് അത് വെച്ച് നമുക്ക് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഘടകം എന്നുള്ളത് ഒന്ന് ജീവിതശൈലിയാണ്. രണ്ടാമത്തേത് നമ്മൾ മെഡിസിൻസ് ആണ്. സ്പേമിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻസ് ഏകദേശം ഒരു 3 മുതൽ 6 മാസം കഴിച്ചതിന് ശേഷം മാത്രമേ ഗുണം ഉണ്ടാകുന്നുണ്ടോ, ഗർഭധാരണം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. എന്തെന്നാൽ ഒരു സ്പേം ഉണ്ടാകാൻ 65 മുതൽ 70 ദിവസം എടുക്കുകയും അത് കഴിഞ്ഞ് അത് 10 മുതൽ 20 ദിവസം അവിടെ കിടന്ന് ചലനശേഷി പ്ലസ് ഫെർട്ടിലൈസിങ് പൊട്ടൻഷ്യൽ ഉണ്ടായതിന് ശേഷമാണ് അത് പുറത്തു വരുന്നത്. അതായത് ഒരു സ്പേമിൻ്റെ ലൈഫ് സൈക്കിൾ തന്നെ 3 മാസത്തോളമാണ്. അതിനാലാണ് നമ്മൾ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ, സിഗരറ്റ്, ആൽക്കഹോൾ ആയാലും ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങൾ, മരുന്നുകളാണെങ്കിലും എല്ലാം മിനിമം 3 മുതൽ 6 മാസം ട്രൈ ചെയ്താലേ അതിൻ്റെ ഗുണം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ ഗുണം വരികയാണ്, അതനുസരിച്ച് നമുക്ക് കൗണ്ട് കൂടി നല്ല കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നോർമലായി തന്നെ ഗർഭധാരണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്.
ഇനി കൗണ്ട് കൂടിയിട്ടുണ്ട് എന്നാൽ നോർമൽ റേഞ്ചിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ദമ്പതിമാർക്ക് നമുക്ക് IUI അഥവാ ബീജം കുത്തിവെക്കൽ എന്നുള്ള ചികിത്സ നിർദ്ദേശിക്കാവുന്നതാണ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും വളരെ കുറവ് സ്പേംസേ ഉള്ളൂ, അല്ലെങ്കിൽ ചലനശേഷി വളരെ കുറവാണ്, ഒരു കയ്യിൽ എണ്ണാവുന്നത്ര സ്പേംസേ ഉള്ളൂ, അങ്ങനെയുള്ള കേസുകളിലാണ് നമുക്ക് IVF ICSI എന്നുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്. കൂടുതൽ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.